എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു പ്രഭാതമാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുള്ള പ്രഭാതം ഇപ്പോൾ കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല. നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ പ്രത്യേക ആ ഒരു അവസ്ഥയെ മാനിച്ചുകൊണ്ട് നമ്മൾ അവൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് മുകളിൽ ഇപ്പോൾ AC ഇട്ടിട്ട് കിടക്കാൻ വേണ്ടി മുകളിലേക്കാണ് പോകണം. താഴെ AC ഇല്ല നമുക്ക്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെയും അവൾ നേരം വെളുക്കുന്ന ആ ഒരു സമയമില്ല, ആ സമയത്താണ് കൂടുതലും കിടന്നുറങ്ങണത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു 5 മണി 5:30 എന്ന് പറയുമ്പോഴത്തേക്കും അവൾ നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന സമയം താഴേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ എൻ്റെ പുറകെ ഇറങ്ങിപ്പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അവിടെ തന്നെ ഇരുന്ന് എൻ്റെ വീഡിയോ വർക്ക് മുഴുവൻ കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 മണിയൊക്കെ കഴിയുമ്പോഴാണ് താഴേക്ക് വരുന്നത്. ആ ഒരു 6:30 7 മണി എന്നുള്ള ആ ഒരു സമയത്ത് ഒരു പ്രഭാതമാണ് ഇപ്പോൾ തുടങ്ങിയപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ എഴുന്നേൽക്കേണ്ട സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. എങ്കിലും നമ്മൾക്ക് അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് വീഡിയോ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ അത്ര നേരം അവൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അപ്പോൾ അവളുടെ ആരോഗ്യം ഒന്ന് തിരിച്ച് കിട്ടണമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതാണിപ്പോൾ നമ്മളുടെ ഇരുട്ടുള്ള പ്രഭാതം ഒന്ന് കാണിക്കാത്തത്. ഇരുട്ടുള്ള പ്രഭാതം പഴയ വീഡിയോകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടുന്നത് ശരിയല്ല. കാരണം നമ്മൾ സത്യമായിട്ട് നമ്മൾ ഏത് സമയത്ത് എഴുന്നേക്കണം അതാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെളിച്ചമുള്ള പ്രഭാതം കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഉപ്പുമാവിൻ്റെ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ ഇത് അരി ഉഴുന്നും കൂടിയിട്ട് പിറ്റേന്നത്തേക്ക് ഇടുന്നതിന് കേട്ടോ. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നിട്ടിട്ട് അതോടെ മാറ്റി വെച്ച്. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു 2 പിടി, ഇപ്പോൾ കൈപ്പിടിയാണെങ്കിൽ ഒരു 2 കൈപ്പിടി ചോറ്, ഒരുപാട് ചോറ് ഇട്ടിട്ട് നമുക്കതൊന്ന് അരച്ച് മാറ്റി വെക്കണം രാത്രിയാകുമ്പോൾ. അപ്പോൾ തേങ്ങ കുറച്ച് മീതലിട്ടിട്ട് കൊടുത്തു. പപ്പക്ക് അതൊക്കെ ഇഷ്ടമുണ്ട്. എനിക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൻ്റെ മീതലേക്ക് തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെത് മാത്രം പപ്പടം മാത്രം എടുത്തതിന് ശേഷം തേങ്ങ ഇട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ തേങ്ങ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ തേങ്ങ ഇട്ടത് എനിക്ക് കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പപ്പക്ക് ഇഷ്ടമാണ് പച്ച തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പപ്പക്ക് തേങ്ങ ചിരണ്ടി വെച്ചതുണ്ടല്ലോ, ആ സ്ഥിതിക്ക് നമുക്ക് അതിനകത്തുനിന്ന് ഇത്തിരി എടുത്ത് ഇട്ട് കൊടുക്കാം. അല്ലാതെ അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കില്ല. ഇവിടെ ഉപ്പുമാവിൽ തേങ്ങ ഇടൽ ഒന്നും പതിവില്ല. അപ്പോൾ ഇവിടെ ഞാനും പപ്പയും മാത്രമേ ഉപ്പുമാവ് കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് റായന് 2 മുട്ട ബുൾസയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഉപ്പുമാവ് കഴിക്കില്ലെന്ന് എനിക്കറിയാം. ഇവിടെ ആർക്കും ഇഷ്ടമില്ല. റോജറാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് കഴിക്കില്ല. റിച്ചാർഡ് വല്ലപ്പോഴും ഒത്തിരി കഴിച്ചാലായി, വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അവൻ ചിലപ്പോൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ മറ്റേ മീൻകാരനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് ബാബു എന്നാണ് കേട്ടോ. ആ പുള്ളീനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചാൽ മാത്രം വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എല്ലാ ദിവസവും വരണ്ട. അപ്പോൾ ഇന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ കയ്യിലുള്ള മീൻ ഒരു പലക മീനെന്നാണ് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ആ ഒരു മീൻ നല്ല ദശക്കട്ടിയും ഉണ്ട്, നല്ല വലിയ മീനാണ്. 7 എണ്ണം ഉണ്ട്. 3 ചെറിയ കേരയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കേരയൊന്നും ഇവിടെ ഇഷ്ടമല്ല, എങ്കിൽ റായന് അത് വറ്റിക്കണത് ഇഷ്ടമുള്ളല്ല എന്ന് വെച്ചാൽ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ പപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 കൂടി തന്നെയാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത മീനൊന്നും ഞാൻ ഒരിക്കലും മേടിക്കില്ലെന്ന് പറഞ്ഞില്ലേ. പക്ഷേ പപ്പ ഉള്ളതുകൊണ്ട് പപ്പേൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് ഈ മീൻ അറിയുമോ, നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് സംഭവം അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ വെട്ടണമെന്നൊക്കെ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചാർന്നിട്ടാ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ അയാൾ പറഞ്ഞത് വറുക്കാനാണ് നല്ലത്, അതിൻ്റെ തൊലി പൊളിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തൊലി പൊളിച്ച് കളയാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തൊലി പൊളിച്ച് കളയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ വെട്ടാനിരുന്നു. അതിന് മുമ്പ് വീട് ക്ലീനിങ് റൂബിയുടെ പൂട കണ്ട ഒരുപാട് പൂടയാണ് കൊഴിയണത് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ പൂട ഒരുപാടുണ്ട്. അപ്പോൾ അടിക്കാതെ നിവർത്തിയില്ല. നമ്മൾ എല്ലാ ദിവസവും നല്ല നീറ്റായിട്ട് അടിച്ചിട്ടാലേ ആ പൂട പോകുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തുടക്കൽ അങ്ങനെ പൂട കൊഴിച്ചില്ലെങ്കിൽ അടിച്ചില്ലെങ്കിൽ പോലും തുടച്ചാൽ മതി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അടിക്കാതെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും വെള്ളത്തോടുകൂടി. അതായിട്ട് വീണ്ടും അത് പറന്ന് നടക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാതെ തുടക്കാൻ പറ്റില്ല. അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചപ്പോൾ ഞാനിങ്ങനെ വേർത്ത് കുളിച്ചങ്ങനെ നിൽക്കണതുകൊണ്ട് കൂടുതലും ഞാൻ എന്നെ കാണിക്കാതെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വെട്ടാൻ പോയിരുന്നിട്ട് ഇന്നാണെങ്കിൽ പപ്പയ്ക്ക് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. പല സ്ഥലത്തേക്ക് ഓടാനും ചാടാനും ഒക്കെയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ മീൻ വെട്ടണ സമയത്ത് പപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മീനിൻ്റെ തൊലി പൊളിക്കാൻ ഞാൻ എൻ്റെ ശക്തിയും ബുദ്ധിയും ഒക്കെ പ്രയോഗിച്ച് നോക്കിയിട്ട് ഈ മീനിൻ്റെ തൊലി പൊളിഞ്ഞ് പോരുണ്ടായിരുന്നില്ല. എൻ്റെ പരിചയക്കുറവ് കൊണ്ടും എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ടുമൊക്കെ ഞാൻ ഈ സാധനത്തിൻ്റെ വേഗം കീറിയങ്ങോട്ട് പതിയെ ഞാനൊന്ന് തേച്ച് നോക്കിയാൽ ഈ മീനിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ലെതർ പോലെ ഇരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു തൊലി. അങ്ങനെ പപ്പ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പപ്പ ഇത് നടപടിയാകില്ല, എനിക്ക് ചൂടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇതുമേൽ പിടിച്ച് നേരെ ഒത്തിരി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതിനെ കീറി തുടങ്ങിയിട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ പപ്പ പറഞ്ഞ് അവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പപ്പ പോയി ഉടുപ്പ് മാറി ഇട്ടിട്ട് ഒരു തോർത്തും ചുറ്റി വന്നിട്ട് പപ്പ അതിൽ കിടന്ന് പിടുത്തം ഇട്ടിട്ട് കുഞ്ഞു പീസായിട്ടാണ് അതിൽ നിന്ന് ഈ തൊലി പോരണം. ഞാൻ പറഞ്ഞു ഇത് രാത്രി ആയാൽ പോലും തീരൂല, 7 മീനുണ്ട്, ഒരു മീൻ പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ 7 മീൻ നമ്മൾ എങ്ങനെ ചെയ്തെടുക്കും? പിന്നെ ആണെങ്കിൽ ഇത് വറുത്താലും ഞാൻ കഴിക്കുക എന്ന് പോലും എനിക്കറിയില്ല. റയനും കഴിക്കൂല, കാരണം റയന് വറുത്ത മീൻ അങ്ങനെ വലിയ താല്പര്യമില്ല, റയന് കറി വെക്കണ മീനാണ് ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നഷ്ടം കൂടെയുള്ളൂ, എണ്ണയൊക്കെ ഇട്ട് വറുത്തിട്ട് പപ്പ തന്നെ കഴിച്ചു തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതങ്ങോട്ട് കീറിക്കോളാം. പപ്പ കരിശം കയറി, അപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ടാ, കാരണം പപ്പയ്ക്ക് ഇനിയും വേറെ സ്ഥലത്തോട്ടൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പ അത് ഇട്ടിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പപ്പ ഒരുപാട് ടൈം ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിയാകൂല എന്ന് അങ്ങോട്ട് പറഞ്ഞ് വിട്ടത്. അല്ലെങ്കിൽ ഒത്തിരി നേരം പിടിക്കും പപ്പ അത് ചെയ്തെടുക്കുമ്പോൾ, പിന്നെ ഞാനൊന്നും ചെയ്യാൻ പറ്റാതെ അത് നോക്കി ഞാനും നിൽക്കേണ്ടി വരും. അങ്ങനെ ഞാനതെല്ലാം കീറി എടുത്തിട്ട്, കീറാനൊന്നും എനിക്ക് അറിയില്ല, ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപ്പുമീൻ ഉണ്ടാക്കാൻ പോകുകയാണ്. ഞാൻ സ്വന്തമായിട്ട് ഉപ്പുമീൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉപ്പെല്ലാം പുരട്ടി ഞാനും റയനും കൂടി, റയൻ എന്നെ ഹെൽപ്പ് ചെയ്തു, കാരണം പപ്പ പോയി പുറത്തേക്ക് വീണ്ടും പോകാനുണ്ടായിരുന്നു. അപ്പോൾ റയൻ എന്നെ കൂടി മുകളിൽ വന്ന് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കട്ട വെയിലായിരുന്നു, അല്ല നട്ടുച്ച നേരത്ത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും വീഡിയോ എടുത്തില്ല. ഇനി മീൻ ഉണങ്ങുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വിരിച്ച് അതിനെ പരുന്തൊക്കെ എടുക്കാത്ത രീതിയിൽ, കാക്കെടുക്കാത്ത രീതിയിലൊക്കെ കവർ ചെയ്തിട്ടിട്ടൊക്കെ പോകുന്നത്. നെറ്റില്ല നമ്മളുടെ കയ്യിൽ, ഷോളും അങ്ങനെയുള്ള സാധനം വെച്ചിട്ട് കവർ ചെയ്തിട്ടിട്ടൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഈ കേര ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അതും എനിക്ക് അത്ര പരിചയമില്ലാത്തൊരു സംഭവമാണ്. ഇവിടെ വറ്റിക്കണമെന്നും പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല. പപ്പക്ക് എപ്പോഴും തേങ്ങ അരച്ച് വെക്കുക, അല്ലെങ്കിൽ തക്കാളി ഇട്ട് തിളപ്പിക്കൽ, അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പോൾ ഇത് റയനും റോജറും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കറിയാണ്. പപ്പക്ക് ഒട്ടും ഈ അച്ചാർ ടൈപ്പ് സംഭവങ്ങളൊന്നും പപ്പ കഴിക്കില്ല, ഇതിൽ ഭയങ്കര എരിവൊക്കെയല്ലേ, അത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് വെച്ച് വലിയ പരിചയമില്ല. എങ്കിലും ഈ ഉപ്പും പുളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ റയനൊക്കെ കഴിച്ചോളും. അതുകൊണ്ട് ആ 3 മീൻ ഞാനൊന്ന് കടുകല്ല ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി ചതച്ചിട്ട് അങ്ങോട്ട് ഒന്ന് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച്, പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നതിന് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കറക്റ്റ് രീതി എന്താണെന്നൊന്നും ഞാനങ്ങനെ നോക്കിയിട്ടില്ല. ഇവിടെ അങ്ങനെ വെക്കാനായിട്ടൊട്ടും താല്പര്യമില്ലാത്ത ആ റെസിപ്പികളത് ഞാനും നോക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പപ്പയ്ക്ക് ഞാൻ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പപ്പ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കുറേ നേരമായി അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, കാരണം ഈ മീനൊക്കെ ഇവിടെ ഇരിക്കണോണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവിടെ സ്ഥലമില്ല, നമ്മളുടെ സ്റ്റാൻഡ് മിക്സറും എല്ലാം കൂടി ഇരിക്കണോണ്ടേ ഇപ്പോൾ ഒട്ടും തന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിൽ സ്ഥലമില്ലാണ്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇത്തിരി ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ട് പപ്പ പഴം പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പഴം നമുക്ക് സ്ഥിരം വേണം. അപ്പോൾ പഴം, പപ്പായ, ഇത് വാട്ടർമെലണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇത്തിരി പച്ചക്കറി, പിന്നെ ചില സാധനങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ കൊക്കോ പൗഡർ ഞാൻ എഴുതിയത് നമ്മുടെ റയന് ആ ഒരു സീബ്ര കേക്ക് ഉണ്ടാക്കി കൊടുക്കുക, റയന് ഇഷ്ടമാണത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല, മേടിച്ചിട്ട് അവിടെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ നമ്മുടെ കുക്കുംബർ അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ചൂട് കൂടി നിൽക്കണില്ല, അപ്പോൾ കുക്കുംബറൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുക്കുംബർ അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ അരിപ്പൊടി എന്തോ കിട്ടിയിട്ടില്ലെന്ന് പപ്പ പറഞ്ഞ് അവിടെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി പിന്നെ പോയി മേടിക്കണം. അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം അതിനകത്ത് നിന്ന് എടുത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ വീഡിയോയെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇതേ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ഇഡ്ഡലി ബാറ്ററൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ പൊങ്ങിയിരിപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ മോളിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കുറച്ച് വീഡിയോ വർക്കെല്ലാം കഴിഞ്ഞിട്ടാണുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ ഷാജി മീനും കൊണ്ടുവന്നു കേട്ടോ. ഷാജി ആദ്യമായിട്ട് ഇപ്പോൾ 2 മാസം മീൻ കൊണ്ടുവരാഞ്ഞിട്ട് ഇപ്പോൾ മീൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻ കൊണ്ടുവന്ന് നല്ല അയിലയും ചാളയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. കാരണം മറ്റേ മീൻ നമ്മൾ ഉപ്പ് തേച്ച് വെച്ച് കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ അത് നമ്മൾ സാവധാനം ഇനി ഇത്തിരി എടുത്ത് മീനാക്കി വറുക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ കാലത്ത് തന്നെ പപ്പ ഒരു മരിപ്പ് അറിയിപ്പ് വന്നിട്ട് കാണാൻ വേണ്ടി പോകണേന് കേട്ടോ. അപ്പോൾ അത് മീശയൊക്കെ കറുപ്പിച്ച ആൾ കുട്ടപ്പനായിട്ട് പോവുകയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ഇതൊക്കെ മീശയൊക്കെ കറുപ്പിക്കുന്നുണ്ട്. കാരണം മീശ ഇനി വെളുത്ത മീശ വെട്ടിക്കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വെളുത്ത മീശ എല്ലാം കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത്. അപ്പോൾ മീശയുടെ തിക്നെസ് പോണേല്ലേ. അപ്പോൾ ഇനി കല്യാണമൊക്കെ വരുന്നതാണ്, മീശയുടെ തിക്നെസ് കളയല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഡൈ അടിക്കാൻ പുള്ളിക്ക് താല്പര്യമുണ്ട് മീശയിൽ, പക്ഷേ അത് അത്ര ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും പോകുന്ന സമയത്ത്. അത് നമുക്ക് കുളിക്കുമ്പോൾ അത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യണത്. ഇപ്പോൾ ഇത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുണ്ട് ആൾ, അതൊക്കെ തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ഡൈ ചെയ്ത് അടിപൊളിയാക്കി കൊടുത്ത മുടി പുള്ളി വെട്ടി
കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1.5 വെട്ടിക്കലാണ് വെട്ടിക്കണത്. കാരണം പിന്നെ തലമുടി ഉണ്ടാവില്ല, ഈ പൊടി പോലെ ഉണ്ടാവുള്ളൂ മുടി. അത്രയും വെട്ടിക്കളഞ്ഞാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഡൈ ചെയ്ത മുടി അങ്ങനെ വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് അലമ്പായില്ലേ, നല്ല കറുത്ത് നല്ല ഭംഗിയായിട്ടിരുന്ന് വെച്ചാണ്. അത് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാവധാനം വളർന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വളർന്ന് വരുന്നത് നരച്ച മുടിയല്ലേ, അപ്പോൾ അത് വീണ്ടും ഡൈ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ്. എങ്കിലും പുള്ളി മുടിയൊക്കെ വെട്ടിച്ച് ഇപ്പോൾ തരി പോലെയുള്ളൂ മുടി തലയിൽ. ആ നീർഘഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുറച്ച് മുടി, ബാക്കിയുള്ളതെല്ലാം വെട്ടിച്ചളയും. അങ്ങനെയാണ്. എന്നാലും പപ്പക്ക് അല്ലെങ്കിൽ തലവേദന, പെടലി, കഴുത്തൊക്കെ വേദന എടുക്കുമെന്ന് പറയും. അങ്ങനെ അത് വെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് മുടി. പിന്നെ നമ്മളുടെ ഇഡ്ഡലി ബാറ്റർ കണ്ടല്ല, അതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ 2 പിടി ചോറ് കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് തന്നെയാണ് അരക്കണത് കേട്ടോ. ഉലുവപ്പൊടി അല്ലെങ്കിൽ ഉലുവയൊക്കെ ഇടാം. ഞാൻ മറന്നു പോകും ശരിക്കും ഇടാനായിട്ട്, അതുകൊണ്ട് ഇട്ടിട്ടൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇടാം. ഉലുവ എന്തുകൊണ്ടും നല്ലതാണ് ഇടുന്നത്. ഒരുപാട് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉലുവ നല്ലതില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഉലുവയൊക്കെ കുറച്ച് ഇട്ടിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, മറന്നു പോകും ഇടാനായിട്ട്, ചിലപ്പോൾ മടിയും തോന്നും. അപ്പോൾ ഇഡലിയുടെ കാര്യങ്ങൾ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞ് ഇനി ഒരു 1.5 പ്ലേറ്റ് ഇഡലി ഉണ്ടാവും. അതായത് എല്ലാ കുഴിയിലും ഇടാനുണ്ടാവില്ല. അതിന് മുമ്പായിട്ട് നമ്മളിതേ ഏത്തപ്പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയി ഇത് മീനൊക്കെ നമുക്ക് വേഗം വെട്ടാവുന്ന മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെട്ടിക്കൊണ്ട് വന്നിട്ടാണ്. അതുകൊണ്ട് അയില 5 അയിലയാണ്. അത് ഞാൻ ഫ്രീസറിലോട്ട് വെക്കാനാണ്. ഇപ്പോൾ ചാള വറുക്കാമെന്ന് വെച്ചാൽ ഇന്നലെ മീൻ വറ്റിച്ചതുണ്ട്. അപ്പോൾ അത് തീരട്ടെ, കളയണ്ടല്ല. പിന്നെ നമ്മൾ ചാള വറുക്കാൻ വേണ്ടിയിട്ടേ റവ ഇട്ട് വറുക്കുന്നതാണ് ഞാൻ എടുത്തത്. പക്ഷേ റവ ഇടാൻ ആദ്യം മറന്നുപോയി, പിന്നെ ഓർത്തിട്ടാണ് റവ ഇട്ടത് കേട്ടോ. അപ്പോൾ തൈര് ഇടണം. പിന്നെ സാധാരണ ഇത് തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇടാം. ഞങ്ങളൊരിക്കലും മീനിലിവിടെ ഇടൂല. അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടുന്നത്, അതുകൊണ്ട് നമ്മൾ ഇടൂല. അതൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഈ പൊടികൾ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ മെയിൻ ഇൻഗ്രീഡിയൻ്റായ റവ ഇട്ടില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി. എങ്കിലും ഞാനതങ്ങോട്ട് ഇട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ റവയൊക്കെ മുരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ റവ ഇട്ടിട്ട് മീൻ വറുക്കുമ്പോൾ നമ്മുടെ ഈ എണ്ണ നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. മസാല ഇങ്ങനെ ചുവന്ന കളറിലൊക്കെ എണ്ണയിൽ കിടക്കില്ല, അതൊന്നും ഉണ്ടാവില്ല. മീൻ വറുക്കണ എണ്ണ നല്ല തെളിഞ്ഞ് നിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ നല്ല അയില, നല്ല ചാളയും നല്ല അയിലയും മറന്നിട്ട് നല്ല വലിയ അയിലേക്കായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇവിടെ പുരട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂബി കൊച്ചിന് ചിക്കനില്ല. അപ്പോൾ റൂബി കൊച്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് ഞാൻ വേവിക്കാനെടുത്ത് 2-3 ദിവസത്തേക്കുള്ള ചിക്കൻ വേവിക്കാനെടുക്കും. ബാക്കി എടുത്ത് വെക്കുകയും ചെയ്തു കേട്ടോ ഫ്രീസറിലോട്ട്. അപ്പോൾ അതേ പപ്പ ഇത് കൊണ്ട് തന്നെ കണ്ടപ്പോൾ നിന്ന് എന്ത് സാധനമെന്ന് ചോദിച്ച് ഞാൻ ചെന്നാണ് കേട്ടോ. കാരണം ഞാൻ ഇത് അടുക്കളയുടെ ഡോറ് പൂട്ടിയിട്ട് വെച്ച് ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇത് കൊണ്ടുവരുന്ന വണ്ടി, കാരണം റൂബി ഓടിച്ചെല്ലുമല്ല. അപ്പോൾ പപ്പ പറഞ്ഞാണ് ഞാൻ ഇതേ കൊണ്ടുപോയി മോളിലോട്ട് വെച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പം നേരത്തെ തന്നെ എന്തൊക്കെയോ മോൾ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകണുണ്ട്. ഇപ്പോൾ ഞാൻ ചെന്നതാണ്. അപ്പോൾ നമ്മൾ റിച്ചാർഡിൻ്റെ ബാത്റൂം അവന് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം മാറ്റണമെന്ന് പറഞ്ഞേക്കണല്ലേ. അപ്പോൾ അതെല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പണിക്കാരൻ മാത്രം വന്നിട്ടില്ല. അയാൾ വന്നിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എവിടെയോ അത്യാവശ്യം പണികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ബാത്റൂം ഫിറ്റിങ്സൊക്കെ വന്നിട്ടുണ്ട്. സാറാഡെയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ അതൊക്കെ പപ്പ ചെറുതൊക്കെ പൊളിക്കൊണ്ട് വെച്ച് വലുത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ആ ക്ലോസറ്റും ഫ്ലഷ് ടാങ്കും കൂടിയുള്ള ഒരു സെറ്റിലെ സംഭവമാണത്. അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിക്കാർ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ അവർ മോളിക്കൊണ്ടേ വെക്കുകയുള്ളൂ. ഇത് കാരണം ഇത് ഇത്തിരി ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയില്ലെങ്കിൽ പൊട്ടിയാൽ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് പപ്പയുടെ അടുത്ത് ഇനി കൊണ്ടുപോകണ്ട, അവർ വന്നിട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് അതവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് എടുത്ത് വെച്ച് രാത്രി ആയപ്പോഴേക്കും. പിന്നെ നമ്മൾ ചെമ്മീൻ ഒലത്തിയതുണ്ടായിരുന്നില്ല, ആ ചെമ്മീൻ ഒലത്തിയത് ഇട്ടിട്ട് ഇത്തിരി ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് അച്ചിങ്ങയും ഇത്തിരി ഉപ്പും മാത്രം, വേറെ ഇതിനകത്തേക്ക് മുളക് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇറക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യും. അപ്പം നമ്മളുടെ റൂബി കുഞ്ഞ് ഓക്കെയാണ്, വളരെ സമാധാനമായിട്ടുണ്ട്. ആ 2 ഇഞ്ചക്ഷൻ ചെയ്തില്ലേ, അതിലാണ് അവൾ പിടിച്ച് നിന്നത്. പിന്നെ നമ്മൾ ആവി മരുന്ന് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവളെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് അവളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റും എല്ലാം കൂടി എല്ലാ ജീവജാലങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ.
അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റൂബി കുഞ്ഞ് ഒറ്റക്ക് കഴിക്കണത്? ഇപ്പോൾ കണ്ട അവൾ ഒറ്റക്ക് കഴിച്ചേക്കണേന്ന്. അത് എടുക്കാനൊന്നും അറിയില്ല അവൾക്ക് കേട്ടാ. അവൾ കറങ്ങണേന്ന് കിടന്നിട്ട് ഏത് വഴി കൂടി എടുക്കാൻ പറ്റും കണ്ട. ഇതിൽ കൂടി കറങ്ങി ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് നിന്ന് വെച്ചാൽ കറങ്ങി വന്നിട്ട് ഇപ്പോൾ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾക്ക് എടുക്കാൻ പോലും അറിയില്ല. അതിനകത്ത് നിന്ന് എങ്ങനെ ഒരു പീസ് എടുക്കണമെന്ന് നമുക്ക് അറിയില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവൾക്ക് നമ്മൾ വാരി കൊടുക്കണത്. അവളോട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളിങ്ങനെ കിടന്ന് കറങ്ങും. അവൾക്ക് അറിയില്ല എടുത്ത് എങ്ങനെ കഴിക്കണമെന്നൊക്കെ. അപ്പോൾ ഇതില്ലേ അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സാധനം ഇതുകൊണ്ട് മാത്രമാണ് അവൾ ഒറ്റക്ക് കഴിക്കണം. കാരണം കരളിൻ്റെ പീസൊക്കെ ഉണ്ട്. കരളൊക്കെ നമ്മൾ ചിക്കൻ കൊണ്ടുപോയി അന്നത്തെ ദിവസം കരൾ, വട്ടുകരൾ ഇതൊക്കെ സംഭവങ്ങൾ വേവിച്ചിട്ടുണ്ടാകും. അതവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവമാണ്. അതുകൊണ്ടാണ് അത്ര ഇഷ്ടപ്പെട്ട സാധനം ഇതുകൊണ്ട് അവൾ തന്നെ അത് എടുക്കാൻ ശ്രമിച്ചത്. അങ്ങനെ റൂബി കുഞ്ഞ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ റയൻ അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്ത് പപ്പ പള്ളിയിൽ പോയിക്കണേ ചൊവ്വാഴ്ചയിൽ. പപ്പയില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ വറുക്കാൻ വെച്ചത്. കാരണം മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീനും വറുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഇതേ റയൻ വന്നിട്ട് റൂബി കൊച്ചിന് ആവി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആവി നല്ല ചൂട് തട്ടുന്നതാണ്. അപ്പോൾ അത് കുറച്ചിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആ ഒരു ചൂട് കലർന്ന അത് ഒന്ന് അവൾ വലിച്ചെടുക്കുക അത്രയേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് അവൾക്ക് ചൂട് വെക്കാനൊന്നും പറ്റൂല. അപ്പോൾ അവളിങ്ങനെ ശ്വാസം പുറത്തേക്ക് വിട്ട് ശക്തിയായിട്ട് ശ്വാസം ഇങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വേറെ വഴിക്കാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് പിടിച്ചു തരാം. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഞാനതൊന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് മീനൊന്ന് ഇട്ടിട്ടും വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ വേഗം മീൻ പെറുക്കാനുള്ളത് ഇട്ടിട്ട് പിന്നെ അവളുടെ ചൂട് പിടിക്കാനുള്ള അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം മമ്മി വരണ്ട. പക്ഷേ ഈ ഇവൾക്ക് വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവനിങ്ങനെ എടുത്ത് പിടിച്ച് ആവിയുടെ പിന്നാലെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ തല മൂടി പൊതിച്ചിട്ടൊക്കെ ആവി പിടിക്കൽ ഒന്നും നടക്കില്ല. അവൾ ഒട്ടും തന്നെ ഇരിക്കില്ല. അപ്പം ഞാനിങ്ങനെ അവൾക്ക് ആവി അവൾ പോകുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കൊടുത്ത് ആവിയൊക്കെ പിടിപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ചൂടാണെന്നുണ്ടെങ്കിൽ പോലും അവൾ ശ്വാസം എടുക്കുമ്പോൾ അത് ഉള്ളിലേക്കൊന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നീർക്കെട്ടിലുകൾ മാറിക്കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പ്രോപ്പറായിട്ടൊന്നും ഒരിക്കലും ഇവൾക്ക് ആവി പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. മരുന്ന് പോലും കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് ഇനി അവൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പോണത്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ ആവി ഇങ്ങനെ അപ്പോൾ എന്തായാലും അവൾ ശ്വാസം വലിക്കുമല്ലോ. ആ കൂട്ടത്തിൽ ഈ ഒരു ആവി കൂടിയിട്ട് വലിച്ചെടുക്കുമ്പോൾ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആവി ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവി പിടിക്കലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മീൻ മറിച്ചിടാൻ നേരം. അപ്പം മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് അപ്പോൾ ഇനി ഒരു 4 കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് വറുക്കണം. അപ്പോൾ ഈ ചാള വറുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് റവ ഇട്ടിട്ട്. ചാള എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ഈ റവ ഇട്ട് വറുക്കാനായിട്ട്. എല്ലാ മീനും വറുക്കും റവ ഇട്ടിട്ട്. എങ്കിലും ചാളക്കാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതെനിക്ക് പറഞ്ഞു തന്നത് റവ ഇട്ട് വറുക്കാനായിട്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റയനാണ് ഇപ്പോൾ കുമ്മട്ടിക്കൊക്കെ വെട്ടണ ആൾ. അപ്പം അങ്ങനെ വെട്ടാൻ പറയുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ഈ വെട്ടലൊക്കെ നടത്തണത് കേട്ടോ. റയൻ അങ്ങനെയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇമാജിനേഷനൊക്കെ വലിയ സംഭവമായിരിക്കും. പക്ഷേ ചെയ്യുന്നത് ഈ നിസ്സാര സാധനമായിരിക്കും. അപ്പോൾ ഏതായാലും ആ ഒരു ഇമാജിനേഷനിൽ കുമ്മട്ടിക്കെങ്കിൽ കുമ്മട്ടിക്ക പുള്ളി വെട്ടണുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് അച്ചിങ്ങയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താളിക്കാതെയൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 3:30 മണിയോടുകൂടി ഞാൻ വേഗം കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ റയനും കൂടിയില്ലേ തോപ്പുംപടിയിൽ ബിസ്മിയിലാണ് പോണത്. കാരണം ബിസ്മിയിൽ നമുക്ക് ഒരു തേപ്പ് പെട്ടി നോക്കണം. പിന്നെ 1-2 സാധനങ്ങളും കൂടി നോക്കാനുണ്ട്. അപ്പോൾ തേപ്പ് പെട്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നല്ല. നമ്മുടെ അയൺ ബോക്സ് ഇങ്ങനെ കുത്തുമ്പോൾ ഇത് ലൈൻ ട്രിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഉപയോഗിക്കേണ്ട, അത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ തേപ്പൊട്ടി മേടിക്കാനാണ് ഇപ്പോൾ പോണത്. അത്യാവശ്യമായിട്ട് തേപ്പൊട്ടിയാണ് വേണ്ടത്. പപ്പക്ക് തേപ്പൊട്ടി ഇല്ലാതെ പറ്റില്ല. പപ്പ സ്റ്റീം വെച്ചിട്ടുള്ളതൊന്നും പപ്പ ചെയ്യുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീം വെച്ചിട്ടൊക്കെ ചെയ്യും. പപ്പക്ക് അതൊന്നും ഇഷ്ടമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ തേപ്പൊട്ടിയൊക്കെ മേടിച്ച് പിന്നെ എനിക്ക് കുറച്ച് കപ്പുകൾ മേടിക്കാൻ, അതായത് ചായക്കപ്പുകൾ മേടിക്കാനുണ്ടായിരുന്നു. നോൾട്ടഡ എൻ്റെ കയ്യിലില്ല. അതുപോലത്തെ തന്നെ സെയിം നോക്കി ചെന്ന്. പക്ഷേ നോൾട്ട ഇപ്പോൾ ചെറിയ കപ്പല്ല, വലിയ കപ്പുകളാണ്. അത് എനിക്കിഷ്ടമല്ല. അത്രയും വലിയ കപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവർ പറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വരും, അപ്പോഴത്തേക്കും മേടിക്കാമെന്ന് പറയും. അപ്പോൾ നോൾട്ടഡ നല്ല സംഭവമുണ്ട്. വില കൂടുതലാണെങ്കിലും നല്ല കപ്പുകളാണ്. അപ്പോൾ അങ്ങനെ കപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ വേറെ 1-2 സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മളിത് ഫലൂദ, ഞാൻ കുറേ നാളായല്ല ഫലൂദ പോയി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ചൂട് സമയമില്ലേ, നമുക്കൊരു ഫലൂദ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്ന് ഫലൂദ നാഷണലിൽ കയറിയതാണ്.
അപ്പോൾ ഇത് ബിസ്മിയുമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഇവിടെ വന്ന് അവരുടെ സാധനങ്ങളൊക്കെ കടയിൽ തന്നെ വെച്ച് ഇനി ഞങ്ങൾ തിരിച്ച് വന്നിട്ട് എടുത്തോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോ പിടിച്ച് ഇവിടെ വന്ന് ഫലൂദ കഴിച്ച്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു റെയിൻബോ ഫലൂദ ഇരുന്ന് 3 കളറിലുള്ള ഐസ്ക്രീം, പിങ്കും ഇത് യെല്ലോ, അത് നമ്മുടെ ഇത് മാങ്ങയുടെ ടേസ്റ്റുള്ള ഐസ്ക്രീം, പിന്നെ പിസ്ത ടേസ്റ്റ്, പിന്നെ നമ്മുടെ സ്ട്രോബെറി ടേസ്റ്റ്, അങ്ങനെ 3 ടേസ്റ്റ് ഉള്ള ഇത്. അങ്ങനെ ആ ഫലൂദ എടുത്ത് റയൻ എടുത്തത് പിസ്താഷ്യൂൻ്റെ ഫലൂദയായിരുന്നു. എൻ്റെ ദൈവമേ, ഈ ഒരു ഫലൂദ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എന്ത് റിച്ച് ആയിട്ടുള്ള ഫലൂദ എന്നറിയാമോ അവൻ്റെത്. എൻ്റേത് കട്ടലോക്കലട്ടാ. അയ്യോ, എനിക്ക് സങ്കടം വന്ന് എന്തിനാണ് ഞാനിതെടുത്തതെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ റയനും ഞാൻ എൻ്റെ ഐസ്ക്രീം ഇത് കൊടുത്തപ്പോൾ പറഞ്ഞ് കൊള്ളൂല മമ്മി എന്ന് പറഞ്ഞ്. കൊള്ളൂല നല്ല ടേസ്റ്റാണ്, പക്ഷേ ആ ഒരു ഇത് പിസ്താഷ്യൂവിൻ്റെ അത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഭയങ്കര റിച്ചായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇനി ചെല്ലുമ്പോൾ അതേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നിട്ട് അത് 270 രൂപയാണ്. അത് ഞാൻ കഴിച്ചതിന് 220 ആണ്. റയൻ്റെത് ഇത്തിരി കൂടിയതാണ്. പിസ്താഷ്യൂവിൻ്റെ കുറേ പീസസൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് 270 ആണ് അതിൻ്റെ ഇത് പൈസ. അപ്പോൾ ഇല്ലേ, ഇതാണ് നമ്മളെടുത്തത്. നമ്മൾ ഫിലിപ്സിൻ്റെ മേടിക്കാനാണ് പോയത്. അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലിപ്സിൻ്റെ. അപ്പോൾ ഇതൊക്കെ പപ്പക്ക് എടുക്കണതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ റൂബി ഒറ്റക്കാവില്ല എന്ന് വിചാരിച്ച് ഞാൻ റയനെ കൂട്ടി പോകുമ്പോഴാണ് റയൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പിടിച്ചൊക്കെ തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റയനെയും കൂട്ടി ഷോപ്പിങ്ങിനാണ്. അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞാൽ വെറുതെ നിൽക്കുള്ളൂ. അപ്പോൾ ഫിലിപ്സിൻ്റെ എടുക്കുന്നൊക്കെ പറഞ്ഞ് വിട്ടെങ്കിലും ഫിലിപ്സിൻ്റെ അവിടെ ഇല്ല, അവർക്കില്ല അതിൻ്റെ ഏജൻസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രോംപ്ടൺ എടുത്തിട്ട് പോന്ന്. അതും കട്ടിയുള്ളതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതായത് കനമുള്ള അത് അയൺ ബോക്സ് എടുത്തേക്കണത്. വെള്ളമൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റീമിൻ്റെ ഒന്നും എടുത്തില്ല. പിന്നെ ഇത് ഈ 2 ട്രേക്ക് 450 രൂപയാണ് ഒരു ട്രേ. അത് 2 ട്രേ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ എണ്ണ സംഭവം ഇവിടെ കണ്ടതാ. റയം പറയും മമ്മി ഇത് മേടിക്കും, മമ്മി ഭയങ്കര നിർബന്ധം. ഏതായാലും മെഷീൻ മറ്റേ കറണ്ടിൽ ചെയ്യണത് മേടിക്കേണ്ട എന്നുള്ളതായിരുന്നു ഒരഭിപ്രായം. നമ്മുടെ കമൻറ്റ് ബോക്സിലും കുറേ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അത്ര ചിലവർക്ക് ശരിയായി വരില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് ഞാനത് ഉപേക്ഷിച്ച് ഈ ഒരു സാധനം എടുത്തിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റാണ് കേട്ടോ എഴുതിയേക്കണത്. നമ്മുടെ അയൺ ബോക്സിന് വെയിറ്റ് ഉണ്ട്. വെയിറ്റുള്ള അയൺ ബോക്സാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് തന്നെ ചുടുകൾ മാറാൻ എന്തായാലും വെയിറ്റ് ഉള്ളത് തന്നെ നല്ലത്. അപ്പോൾ അങ്ങനെ പപ്പയ്ക്ക് ഇഷ്ടമുണ്ടാകുന്നില്ല വെയിറ്റ് ഉള്ളത് എടുക്കാനായിട്ട്. എങ്കിലും എനിക്ക് അത് വെയിറ്റ് ഉള്ളത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ മുതൽ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ഉള്ളത് മേടിച്ചിട്ട് അതിന് എത്രയോ 1200 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളുടെ ചിരവയുടെ വില 1700 ആണ്. അപ്പോൾ ആ വിലക്കത് കുറച്ച് ലാഭകരമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതത്ര ഒരു സുഖം തോന്നിയില്ല ഞാൻ ഇരുന്ന് ചിരണ്ടിയപ്പോൾ. അതും ആളുകൾ കമൻസിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നടുവേനെടുക്കുന്ന സ്വപ്നം ഇതിൽ ഇരുന്ന് ചിരണ്ടുമ്പോൾ എന്നൊക്കെ. ഏതായാലും ഞാനൊന്ന് ഒരു തേങ്ങ മുറി മാത്രമേ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 തേങ്ങയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 7 മുറി തേങ്ങയും റയൻ തന്നെ ചിരണ്ടി തന്നിട്ടാ. അപ്പോൾ റയന് ഇഷ്ടപ്പെട്ടു. റയൻ പറഞ്ഞാൽ നല്ല സുഖമുണ്ടല്ലോ മമ്മി ഇതിനകത്തിരുന്ന് ചിരണ്ട, നടുവേനൊക്കെ എടുക്കും, അത് തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ഇനി അത് യൂസ്ഡ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റയൻ ഏതായാലും തേങ്ങ എടുത്ത സമയത്ത് ഞാൻ ടൈം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം ക്ലീനാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതേ തേങ്ങയൊക്കെ ചിരണ്ടി കൂടുതൽ തേങ്ങയുള്ളത് ഫ്രീസറിലോട്ടും മാറ്റി ഈ 2 ബോക്സിൽ ഫ്രിഡ്ജിലും വെച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇതെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രീസറിലെടുത്ത് ഞാൻ താഴത്തോട്ട് വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അവിടെ ഇരുന്ന് റയൻ ചിരണ്ടണ സമയത്ത് ഞാൻ സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോൾ നമ്മുടെ സവാള മൂത്ത് നരച്ച സവാളനെയാണ് ബ്ലിങ്കിറ്റിൽ നിന്ന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ പൊളിച്ചു വെച്ച സവാള. അപ്പോൾ അത് കേടായി പോയാലാന്ന് ഞാൻ ചെറിയൊരു സവാള വേറെ പപ്പനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്ത് നല്ല അന്തരീക്ഷമൊക്കെ തണുത്തതുകൊണ്ട് തന്നെ റൂബിക്കുഞ്ഞ് ഞാനും നമ്മുടെ ബെഡ്റൂമിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അവൾ കട്ടിലിൽ കിടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായിട്ടുണ്ട്. ഇന്ന് അവൾ വളരെ സന്തോഷത്തിലൂടെ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തേട്ടാ. അപ്പോൾ ഇത്ര ഉണ്ടെന്നുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്